മനുഷ്യനെ കണ്ടോ? പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ. ഇയാൾ ചെയ്തത് എന്താണെന്ന് അറിയണോ? 62-72 വയസ്സുള്ള അമ്മമാരെ ഫിസിക്കലിയും അതുപോലെ തന്നെ സെക്ഷുവലിയും പീഡിപ്പിക്കുക. കൊല്ലം ജില്ലയിൽ തെന്മല പഞ്ചായത്തിൽ 2018 മുതൽ ഒരു അഭയകേന്ദ്രമായി പ്രവർത്തിച്ചു പോകുന്ന സ്ഥാപനമായിരുന്നു പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി. അഞ്ചൽ സ്വദേശിയായ ബ്രഹ്മദാസ് എന്നയാളുടെ ഭാര്യയായിരുന്നു ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് ഇയാളുടെ ഭാര്യ മരിച്ചതോടെയാണ് ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണമായ ചുമതല ബ്രഹ്മദാസ് ഏറ്റെടുക്കുന്നത്. ആ സ്ത്രീയുടെ മരണത്തിന് ശേഷമാണ് പുനർജനി എന്ന അഭയകേന്ദ്രം അക്ഷരാർത്ഥത്തിൽ അന്തേവാസികൾക്കൊരു നരകമായി മാറിയത്. 3 സ്ത്രീകളും 9 പുരുഷന്മാരും ഉൾപ്പെടെ 12ഓളം വയോധികരായിരുന്നു ഈ കെണിയിൽ അകപ്പെട്ടു പോയത്. രാത്രിയാകുമ്പോൾ വയോധികരായ ആ അമ്മമാരെ മറ്റൊരു മുറിയിലേക്ക് ഇയാൾ മാറ്റും. എന്നിട്ട് അവരെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുമായിരുന്നു. അത് കുടിക്കാൻ വിസമ്മതിക്കുന്ന അമ്മമാരെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയും അസഭ്യവശങ്ങൾ ചൊരിഞ്ഞും ഇയാൾ ക്രൂരമായി ശാരീരികമായി മർദ്ദിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ അമ്മമാരെ മദ്യം നൽകി ബോധം കെടുത്തിയും തന്റെ കായികാധികാരം ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചും ഇയാൾ പലതവണ ലൈംഗികപരമായി പീഡിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ആ അമ്മമാരുടെ കുളിമുറിയിൽ പോലും രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നത് വരെ ഇയാൾ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരതയാണ് ഇയാൾ ആ അമ്മമാരോട് കാണിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഓർക്കണം. ആൺപെൺ വ്യത്യാസമില്ലാതെ കടുത്ത അവഗണനയും പീഡനവുമാണ് ആ 4 ചുവരുകൾക്കുള്ളിൽ അയാൾ നടത്തിയിരുന്നത്. 9ഓളം വൃദ്ധരായ മനുഷ്യരെ ഒരൊറ്റ ചെറിയ മുറിയിൽ മൃഗങ്ങളെ പോലെയാണ് അയാൾ പാർപ്പിച്ചിരുന്നത്. പട്ടിണി കിട്ടും ശകാരിച്ചും ഇയാൾ ക്രൂരത തുടരുകയായിരുന്നു. ഈ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ പേരിൽ വരുന്ന പണവും സാമ്പത്തിക സഹായങ്ങളും ഇയാൾ തട്ടിയെടുക്കുകയും ചെയ്തു. സഹിക്കാവുന്നതിന്റെയും ക്ഷമിക്കാവുന്നതിന്റെയും എല്ലാ അതിരുകളും ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഒരു പകല് ആ സ്ഥാപനത്തിൽ നിന്നും ചില അമ്മമാര് പുറത്തേക്ക് ജീവനും കൊണ്ട് ഓടി. അവർ ഓടിയെത്തിയത് സമീപത്തുള്ള വീടുകളിലേക്കായിരുന്നു. അവിടെയുള്ള നാട്ടുകാരോട് തങ്ങൾ അനുഭവിക്കുന്ന നരകയാത്രകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തുറന്നു പറഞ്ഞു. അമ്മമാരുടെ ഈ വെളിപ്പെടുത്തലിലാണ് നാട്ടുകാര് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. പോലീസ് അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഏറ്റവും മൃഗീയമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇയാൾ ഒരു 62-കാരിയായ അമ്മയെ ബലം പ്രയോഗിച്ച് മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇതൊന്നും കൂടാതെ യാതൊരുവിധ നിയമപരമായ ലൈസൻസോ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. കാരുണ്യത്തിന്റെ മുഖംമൂടി അടിഞ്ഞ് വൃദ്ധജനങ്ങളെ പീഡിപ്പിച്ച് സുഖിച്ചു കഴിയുകയായിരുന്നു ഈ വൃത്തികെട്ട മനുഷ്യൻ. നിയമപരമായി യാതൊരുവിധ അനുമതിയില്ലാതെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഇത്തരം താവളങ്ങളെ ഇനിയും വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ഇനി ഒരാൾക്കും ഒരു അഭയകേന്ദ്രത്തിലും ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അധികാരികളുടെയും സമൂഹത്തിന്റെയും ശക്തമായ ജാഗ്രത അടിയന്തരമായി ഈ കാര്യത്തിൽ ഉണ്ടാകണം. സ്വന്തം ചോരയെ നീരും നൽകി മക്കളെയൊക്കെ വളർത്തി കയ്യിൽ ഒന്നുമില്ലാതാകുന്ന അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ അവർക്കൊരു തുണയായിട്ട് ഉണ്ടേ എന്ന് കരുതി എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോംസ്. അവിടെ അവർ സെക്ഷലിയും ഫിസിക്കലിയും പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ ജീവിതത്തിൽ അവർക്ക് നല്ലതായിട്ട് ഓർക്കാനുണ്ടാവുക?